ബ്രെഡോ ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞു അങ്ങനെ ഭോപ്പാലിൽ വന്നു. അപ്പം അന്ന് കത്തടപാടുകളൊന്നും ഇല്ല, ടെലിഗ്രാം ഉണ്ടായിരിക്കും. എങ്ങനെയാ വീട്ടിലോട്ടുള്ള എഴുത്താണ്? ഇൻലൻഡാണോ കവറാണോ അത് പോസ്റ്റ് കാർഡാണോ? ഇൻലൻഡും പോസ്റ്റ് കാർഡും ഒക്കെയാണ് അന്നുണ്ട്. എത്ര ദിവസം എടുക്കുമ്പോ അന്ന് കേരളത്തിൽ? എനിക്ക് തോന്നിയ 10 ദിവസമൊക്കെ എടുക്കും. ആ ട്രെയിൻ യാത്രയിൽ അച്ഛൻ എന്തെങ്കിലും ബോറടിക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതുമ അറിയുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിചയപ്പെട്ട വ്യക്തികൾ എന്തെങ്കിലും അങ്ങനെ ഓർമ്മയുണ്ടോ? ട്രെയിനെ വെച്ച് ആരെയും പരിചയമില്ല. പിന്നെ ഭോപ്പാലിൽ എന്ന് കഴിഞ്ഞുള്ളപ്പോൾ ഈ കൂടെ പോയ സാറ് ഭോപ്പാലിൽ തന്നെ ഇറങ്ങിയോ? ഭോപ്പാലിൽ അദ്ദേഹം ബോംബെയിലായിരുന്നു. ബോംബെന്ന് ഭോപ്പാൽ ബീന റെയിൽവേയിൽ ഒരു ഡബിളിംഗ് കൺസ്ട്രക്ഷൻ തുടങ്ങി. അദ്ദേഹം കൺസ്ട്രക്ഷന്റെ ട്രാപ്സ്മാൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൂപ്പർവൈസറായിരുന്നു. ആ ഓഫീസിന്റെ ചാർജായിരുന്നു. അപ്പം ഞങ്ങളൊരു ജനുവരി 2-ാം തീയതി വീട്ടിൽ നിന്ന് പോയി 5-ാം തീയതി അവിടെ ചെന്ന് ഭോപ്പാലിൽ ഇറങ്ങി. 3rd ഡേയിലാണ് ചെല്ലുന്നത്. 5-ാം തീയതി ചെന്നത് അപ്പം തന്നെ റെയിൽവേ ക്വാർട്ടേഴ്സിലാണ് പുള്ളി. അപ്പം അങ്ങോട്ട് കയറിയാൽ മതിയല്ലോ. പുള്ളി അദ്ദേഹം അന്നേരം കല്യാണം കഴിച്ചിട്ടില്ല. ആ അനിയൻ അന്ന് കൂടെ ഉണ്ട്. അപ്പോൾ എന്നോട് അവിടെ എവിടെയെങ്കിലും കിടക്കാൻ പോലും, പുള്ളിക്ക് ഒരു ബെഡുണ്ട്, ബാക്കി അവിടെ ചുമ്മാ കിടപ്പുണ്ട്, 2 മുറിയുണ്ട്. എൻ്റെ ഒരു ചൗക്കാളം അത് അതേ ഉള്ളു കയ്യില്. ഡിസംബറിൽ ജനുവരിയിലാണ് അന്ന് ഇറങ്ങുന്നത്. ആ കിടക്കുന്ന തണുപ്പത്താ ഭോപ്പാലിൽ ചെന്ന് ആ തറയെ കിടന്നതും ആ ഓർമ്മ ഒരിക്കലും കാരണം നാട്ടിൽ നിന്ന് എന്നാ കൊണ്ടുവന്നാലും ഭോപ്പാലിൽ അത് പറ്റത്തില്ല. അത് ഓർമ്മയുണ്ട്. പിറ്റേ ദിവസം തന്നെ എനിക്ക് ജോലിയായെന്ന് പറഞ്ഞാൽ അദ്ദേഹം മെഷറോളി പേരെഴുതി. അച്ഛൻ ടൈപ്പിസ്റ്റായിട്ട് കയറുക അല്ല, ഓഫീസിലെ കലാസിയായിട്ട് ചപ്പരാസിയായിട്ട് പറഞ്ഞു അത് തന്നെയായിട്ട് കയറുക. അയാള് എന്ന് പറഞ്ഞാൽ എന്റെ പേര് അതിനകത്തങ്ങ് എഴുതി. അവർക്ക് അങ്ങനെ ഈ കാഷ്വൽ ലേബറായിട്ട് അവർക്ക് ആളുകളെ ഹയർ ചെയ്യാമല്ലോ. അവർക്ക് ₹1.50 അന്നത്തെ ചാർജ് ഒരു മണിക്കൂർ അല്ല, ഒരു ദിവസത്തേക്ക്. ഒരു ദിവസം മനസ്സിലായി. 8 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ ₹1.50. അതാണ് അന്നത്തെ ചാർജ്. പുള്ളി അന്ന് പേരെഴുതി. അന്ന് പോകണമെന്നൊന്നുമില്ല. അത് കഴിഞ്ഞ് എന്നെ അവിടെ കൊണ്ട് കാണിച്ചു. അപ്പൊ എന്തുവാ ബാബുജിക്ക് പാനിപ്പിലാവും. ഹിന്ദി മനസ്സിലായി. ഹിന്ദി അന്നൊന്നും അറിയത്തില്ലല്ലോ. ഇതൊക്കെ പതുക്കെ പഠിക്കണം. അതായിരുന്നു വലിയ പ്രോബ്ലം. പക്ഷെ ഭോപ്പാൽ ഇഷ്ടപ്പെട്ടു അച്ഛന്? ഭോപ്പാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭോപ്പാലിൽ നിന്ന് പോരണമെന്നില്ലായിരുന്നു. അതുപോലെ ഇഷ്ടപ്പെട്ടു. ചായ ഒക്കെ അവിടെ സബ്ജി ഒക്കെ അത് വലിയ കഥയാണ്. അതിപ്പം സെന്നി ഇത് പറയാൻ തുടങ്ങി. അച്ഛൻ അറിയാവുന്നതെല്ലാം പറഞ്ഞു. ഭോപ്പാലിൽ ചെന്നപ്പോൾ നമുക്ക് ഫുഡിന്റെ ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. ഈ മനുഷ്യൻ ഹോട്ടലിൽ നിന്ന് ടിഫിൻ വരും. നമുക്കങ്ങനെ ഹോട്ടലിൽ പോയി കഴിക്കാനും എടുക്കാനും ഒന്നും അറിയത്തില്ല. കുക്ക് ചെയ്യാനും അറിയത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ ഞാൻ ഓർത്തട എങ്ങനെ ഹോട്ടലിൽ പോയി ഞാനും പുള്ളി കാണിച്ചു തന്നു. 2 നേരം കഴിച്ചപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അവിടുത്തെ എണ്ണ ഇതുമെല്ലാം ആദ്യം ചെല്ലുമ്പോൾ ഇതൊന്നും പറ്റത്തില്ല. ഇച്ചിരി ബുദ്ധിമുട്ടായി. പിന്നെ എങ്ങനെയെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം. അതിനുള്ള മാർഗങ്ങളൊക്കെ നോക്കി തന്നെത്താൻ ഉണ്ടാക്കാനൊക്കെ അതിനുള്ള അവിടെ ഒന്നും ഇല്ലല്ലോ, സാധനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ എവിടെങ്കിലും ഇനി ഇവിടെ നിന്ന് മാറണം. അതായിരുന്നു ഒരു ആഗ്രഹം. ബാച്ചിലേഴ്സ് എന്തെങ്കിലും താമസിക്കുന്നുണ്ട്. അന്ന് മലയാളികളൊക്കെ ഉണ്ടോ ഭോപ്പാലിൽ? അങ്ങ് ഇങ്ങൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം 60-കളിന് മുമ്പാ? 59. അന്ന് ഹെവി ഇലക്ട്രിക്കൽസ് ഒന്നും ആയിട്ടില്ല, തുടങ്ങുന്നതേ ഉള്ളൂ. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 47. അത് കഴിഞ്ഞ് നെഹ്റു ഒക്കെ ആ പഞ്ചവത്സര പദ്ധതിയിൽ ഉണ്ടാക്കിയതാണല്ലോ BHL. അപ്പൊ ഈ ജോലി കഴിഞ്ഞിട്ട് അച്ഛൻ ടൈപ്പിംഗിലോട്ട് പിന്നെ വന്നോ എപ്പോഴേലും? അതോ ടൈപ്പിംഗ് വന്നു. ഞാൻ പിന്നെ ഓഫീസിൽ ക്ലർക്കായിട്ട് കയറി. എവിടെ? അത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. ശരി. ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണോ? അല്ല, ഇത് രണ്ടും ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇതെല്ലാം നടത്തുന്നതാണ് എക്സാം. ഇത് സ്കൂള് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. മിനിസ്ട്രിയും വരത്തില്ല. അവിടുത്തെ ഹൈസ്കൂള്, മിഡിൽ സ്കൂള്, പ്രൈമറി സ്കൂള്, ഇത് സ്കൂള് ഗവൺമെന്റ് സ്കൂളുകളുടെ ഗവൺമെന്റ് ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ. നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാവരാണല്ലോ. അവരുടെ ഓഫീസിൽ ഞാൻ ടൈപ്പിസ്റ്റ് ആയിട്ട്. ഓഫീസ് എവിടെ ആയിരുന്നു ഭോപ്പാലില്? ഭോപ്പാലില് അമീദിയ ഹോസ്പിറ്റലിന്റെ അടുത്തായിരുന്നു. പലയിടത്തോട്ട് മാറി. അറിയാവുന്ന അറിയത്തില്ല. ഞാൻ 14 വർഷം ഭോപ്പാലിലുണ്ടായിരുന്നു. റിയലി? ഞാനും ഈ പറഞ്ഞ പോലെ ഞാൻ വേറൊരു ഫീൽഡിലായിരുന്നു. എനിക്കും കാഷ്വൽ ലേബേഴ്സ് ഉണ്ടായിരുന്നു. അന്ന് 9 രൂപയായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് 1981. അന്നൊക്കെ വ്യത്യാസമാണ്. എനിവേ അച്ഛൻ പറഞ്ഞു. അപ്പം ഇത് ഹമീദിയ ഹോസ്പിറ്റലിന് അടുത്തായിരുന്നു. നമ്മള് അവിടെ ഒക്കെ എന്തോ ഹിൽസ് ആണ് അത്. ഓക്കെ. അതാ എയർപോർട്ടിന് പോകുന്ന അടുത്തായിട്ടുള്ള ഭോപ്പാൽ. അന്ന് ഇത് എല്ലാം സ്റ്റേറ്റ് ആയിരുന്നല്ലോ, സെപ്പറേറ്റ്. ഛത്തീസ്ഗഡ് ഇല്ല അന്നും. അതായത് 11 ചപ്പം
56 ഇന്റഗ്രേഷന് സംസ്ഥാനങ്ങളുണ്ടാകും. ഇന്റഗ്രേഷൻ അന്ന് ഈ നാഗപ്പൂരൊക്കെ മധ്യപ്രദേശിന്റെ അണ്ടറില്ല അല്ലേ? അതെ അതെ. അന്ന് ഭോപ്പാല് ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഒന്നും ഭോപ്പാലില്ല. ഇല്ല. അത് കഴിഞ്ഞാണ് എല്ലാ ഓഫീസസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് 61 ന്യൂ സെക്രട്ടറി ബിൽഡിംഗ് എല്ലാം വരുന്നത് അന്ന് ഭോപ്പാൽ ജോലി കിട്ടാൻ വലിയ പാടായിരുന്നു. എല്ലാം ഗോളിയർ, ഇൻഡോർ, ഇങ്ങനെ നാഗ്പൂര്, ഇങ്ങനെ ഭോപ്പാൽ ഒരു വലിയ പ്ലേസ് അല്ലായിരുന്നു. ക്യാപിറ്റൽ ആയ പിന്നാണ് ഇങ്ങോട്ട് ഇൻഫ്ലക്സ് വന്നു. ഇത് നവാബിന്റെ ഒരു ചെറിയ ഒരു പട്ടോടി ഇതായിരുന്നു. അങ്ങനെ അന്ന് ജോലി കിട്ടാൻ അതുകൊണ്ട് 1 വർഷം എനിക്ക് എടുത്തു. 1 വർഷം ഞാൻ ആ റെയിൽവേ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക്. ശരി. ഈ അന്ന് കോളേജിലോട്ട് പിന്നെ പഠിക്കാൻ അങ്ങനെ പോയോ? സേഫിയ കോളേജോ അല്ലെങ്കിൽ അമീദിയ കോളേജോ? സേഫിയ കോളേജിലും അമീദിയ കോളേജിലും എന്റെ കൂടെ വന്നവരൊക്കെ പോയി. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പള്ളിയുടെ പുറകെ പോയി. പള്ളിയുടെ അന്ന് മർത്തോപ്പള്ളി ഒന്നും ഇല്ലല്ലോ. ഉണ്ടാക്കാൻ ഞങ്ങൾ ചെന്നപ്പം മുതൽ മർത്തോപ്പള്ളി ഉണ്ടാക്കാനുള്ള ആദ്യത്തെ ശ്രമം ചെയ്ത കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. ഈ അന്ന് ഇതുപോലെ ഈ MA ബ്രാച്ചൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ അവിടെ വന്നു. അച്ഛന്റെ കൂടെ ഒക്കെ കൂടി ഇങ്ങനെ പള്ളിയുമായിട്ട് ആളുകളെ ഇങ്ങനെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കോളേജിൽ ജോയിൻ ചെയ്തു. മനസ്സിലായി. ഞാനിങ്ങനെ ഇതിന്റെ കൂടെ പള്ളിയുടെ കാര്യത്തിലൊക്കെ നടന്ന് അങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് വന്നു. പഠിക്കാൻ പോയില്ല. ആ ജോലിയുമായിട്ട് കണ്ടിന്യൂ. അത് എത്ര വർഷം ഭോപ്പാലിൽ? അങ്ങനെ 17 വർഷം ഭോപ്പാലുണ്ട്. 17. അപ്പം 75 ഒക്കെ 76 ഞാൻ ഭോപ്പാലിൽ നിന്ന് പോരുന്നത്. എങ്ങോട്ട് പോയി? ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വന്നു. അപ്പം കല്യാണം അവിടെ വെച്ച് കഴിച്ചു. 8 വെച്ച് ഭോപ്പാൽ വെച്ച് കല്യാണം. അപ്പം ഭോപ്പാലിൽ ആ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ജോലി ആയിരുന്നു. അത് പോരുന്നിടം വരെ അതായിരുന്നു. പെൻഷൻ ഒക്കെ ഉണ്ടോ? അത് പെൻഷന്റെ സമയം ആകുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിർത്തി. കുറച്ച് നാളിലൂടെ നിൽക്കണമായിരുന്നു. അന്ന് ഭോപ്പാലില് ഈ കല്യാണം കഴിക്കാൻ അമ്മാമ്മ അങ്ങോട്ട് വന്നതാണോ പറഞ്ഞത്? അതോ അമ്മാമ്മ അവിടെ നഴ്സിംഗ് സ്കൂളിൽ പഠിച്ചത്. എവിടെ? ഭോപ്പാലിൽ അമീദിയ കോളേജിൽ. അമീദിയ ഹോസ്പിറ്റൽ സന്നിക്കെല്ലാം അറിയാലോ. പിന്നെ അമീദിയ ഗാന്ധി മെഡിക്കൽ കോളേജില് എല്ലാ ദിവസവും ഞാൻ രാവിലെ വരുന്നത്. ഹമീദിയ മെഡിക്കൽ കോളേജ് താഴെ ഹോസ്പിറ്റലും മുകളിൽ ഹമീദിയ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് എല്ലാം പഠിക്കുന്ന അവിടെ ആണ്. ശരി. അമ്മാമ്മ എവിടെ ആയിരുന്നു താമസിച്ചോണ്ടിരുന്നത്? ഹോസ്റ്റലിലാണ്. നാട്ടിൽ നിന്ന് പഠിക്കാൻ വേണ്ടി മാത്രം ഭോപ്പാല് വന്നു. ജോലിക്ക് ഉദ്ദേശിച്ച് വന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ നേഴ്സിംഗിന് പോയി. അങ്ങനെ. അപ്പൊ അടുത്ത ഒരു ചരിത്രം അപ്പൊ അമ്മാമ്മയായിട്ടുള്ള ഒരു കണ്ടുമുട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നു. അപ്പൊ അത് നമുക്ക് അമ്മാമ്മയായിട്ട് കൂടെ ഇരുന്നുണ്ട് നമുക്ക് നിൽക്കേ. ഓക്കെ. 1 മിനിറ്റ്. ഇതിപ്പോ ഇത് തീരുവല്ലോ ഇന്ന്. കുഴപ്പമില്ല.